നമസ്കാരം. പ്രശസ്ത എഴുത്തുകാരൻ സുധീർ നീരേറ്റുപുറം എന്ന സുധീർ കുമാർ ES എഴുതിയ RSS 100 ഇയേഴ്സ് ഓഫ് നാഷണൽ റീസർജൻസ് എന്ന ചരിത്ര പുസ്തകം ശ്രദ്ധേയമാവുകയാണ്. RSSന്റെ ശതാബ്ദി വേളയിൽ രചിക്കപ്പെട്ട ഈ ചരിത്ര ഗ്രന്ഥത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. RSS എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന ഒരു പഠനമാണ് ഇത്. വാദപ്രതിവാദമല്ല, സമഗ്രവും സന്തുലിതവും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ളവയുമായ ഒരു വിവരണം നൽകുക എന്നതാണ് ഈ പുസ്തകത്തിൽ രചയിതാവ് കൈക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപിത ലക്ഷ്യം. RSSനെ കുറിച്ചുള്ള ആഖ്യാനങ്ങൾ പലപ്പോഴും തർക്കത്തിലാകുകയും ചിലപ്പോൾ പക്ഷപാതപരമാവുകയും ചെയ്യുന്ന ഒരു ബൗദ്ധിക കാലാവസ്ഥയിൽ എഴുത്തുകാരൻ തൻ്റെ കൃതിയെ തർക്കങ്ങൾക്കിടയിലുള്ള ഒരു പാലമാക്കി മാറ്റുന്നുണ്ട്. രേഖാമൂലമുള്ള ചരിത്രവും സത്യസന്ധമായ പ്രതിഫലനവും ഉപയോഗിച്ച് സംഘടനയുടെ പരിണാമം, തത്വചിന്ത, സാമൂഹിക ഇടപെടലുകൾ എന്നിവയെ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പൊതുവ്യവഹാരത്തിന് രൂപം നൽകിയതും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായ സങ്കീർണമായ ഒരു സാംസ്കാരിക പ്രസ്ഥാനവുമായി ഇടപഴകാൻ ഈ പുസ്തകം വായനക്കാരെ ക്ഷണിക്കുന്നു. 21 അധ്യായങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം RSSന്റെ വിശാലമായതും എന്നാൽ കേന്ദ്രീകൃതവുമായ പര്യവേക്ഷണം സാധ്യമാക്കുന്ന ഒരു ഘടനയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സംഘടനയുടെ ഉത്ഭവം, അതിൻ്റെ വഴികാട്ടിയായ ഹിന്ദുത്വ ലോകവീക്ഷണം, ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ മുതൽ ഡോക്ടർ മൻമോഹൻ ഭാഗവത് വരെയുള്ള അതിൻ്റെ നേതൃത്വം എന്നിവയെക്കുറിച്ചൊക്കെ ഈ പുസ്തകം വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. സംഘത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ, അതിൻ്റെ അതുല്യമായ സ്ഥാപന മാതൃക എന്നിവയെ മുൻനിർത്തി മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ സഞ്ചരിക്കുമ്പോൾ സംഘടന എങ്ങനെ ഒരു സ്ഥിരതയുള്ള ഐഡന്റിറ്റി നിലനിർത്തുന്നുവെന്നും ഗ്രന്ഥം പരിശോധിക്കുന്നു. വിവാദങ്ങളോടുള്ള സംഘത്തിന്റെ പ്രതികരണങ്ങളിലും അതിൻ്റെ സാമൂഹിക ഇടപെടലുകളിലും സംഘടനാ അച്ചടക്കത്തിലും ഈ ഗ്രന്ഥം പ്രത്യേകം ഊന്നൽ നൽകിയിട്ടുണ്ട്. ദേശീയ നാഗരികത, പൊതുസേവനം എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ സംവാദങ്ങളിൽ RSSനെ സ്ഥാനപ്പെടുത്തുന്നതിൽ ഗ്രന്ഥകാരൻ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായും വിവിധ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായും RSSന്റെ പാതയെ താരതമ്യം ചെയ്യുകയും അതുവഴി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സംഘടനയുടെ പങ്ക്, വിഭജനത്തിന്റെ ആഘാതം തുടങ്ങിയവ വിലയിരുത്തപ്പെടുന്നുമുണ്ട്. പ്രാർത്ഥന, വിശ്വവീക്ഷണം മുതൽ നേതൃത്വവും സ്ഥാപനപരമായ പ്രയോഗവും വരെ ഇതിൽ ഉൾപ്പെടുന്നു. കൃതിയുടെ ഒരു സവിശേഷത രചയിതാവിന്റെ പ്രത്യേക പശ്ചാത്തലമാണ്. RSS പ്രചാരക് എന്ന നിലയിൽ 7 വർഷത്തെ പ്രവർത്തനവും RSSന്റെ പ്രസിദ്ധീകരണമായ വൃത്താന്തത്തിന്റെ പത്രാധിപത്യവും ചേർന്ന സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് ആഴത്തിലുള്ള പരിചയം സുധീർ കുമാർ നൽകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായ രാഷ്ട്രീയ സ്വയംസേവക സംഘം RSS ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ്. അതിൻ്റെ ഐതിഹാസികമായ ചരിത്രം ക്യാപ്സൂൾ രൂപത്തിൽ RSS 100 ഇയേഴ്സ് ഓഫ് നാഷണൽ റീസർജൻസ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയാണ്. സംഘടനയുമായി നേരിട്ട് ബന്ധമില്ലാത്ത വായനക്കാർക്കും വിഷയത്തെക്കുറിച്ച് അറിയാൻ ഈ പുസ്തകം സഹായിക്കും. RSSനെ സംബന്ധിച്ചുള്ള വിവാദങ്ങളെയും സംവാദങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഉള്ളടക്കത്തിന്റെ ഭാഗമാണ്. ചരിത്രപരമായ ഒരു വിഷയത്തെ സാധാരണ വായനക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ ഗ്രന്ഥകാരന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത് മുതിർന്ന RSS പ്രചാരകനും തത്വചിന്തകനും എഴുത്തുകാരനും പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ കൺവീനറുമായ J. നന്ദകുമാറാണ്. RSSനെ കുറിച്ചുള്ള ഈ ചരിത്ര പുസ്തകത്തിന്റെ ആധികാരികതയും വിശ്വാസ്യതയും ഇത് വ്യക്തമാക്കുന്നു. RSS ദേശീയ പുനരുജ്ജീവനത്തിന്റെ 100 വർഷങ്ങൾ എന്ന ഈ പുസ്തകം ഇന്ത്യൻ രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള സാഹിത്യത്തിന് അർത്ഥവത്തായതും അഭിലഷണീയവുമായ സംഭാവനയാണ് നൽകുന്നത്. RSSന്റെ 1-ാം നൂറ്റാണ്ടിന്റെ വിശദമായ ഒരു ചിത്രം ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഒരേ സമയം വിജ്ഞാനപ്രദവും ചിന്തോദ്ദീപകവുമായ ഒരു ആഖ്യാനം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. RSSനെ ഭാവാത്മകമായും വിമർശനാത്മകമായും അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ധൈര്യമായി ഈ ഗ്രന്ഥത്തെ പഠനത്തിനായി ആശ്രയിക്കാവുന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി.